സർ, ഹോർമോസ് US ടെറിട്ടറി ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനോടകം 2026 മറ്റു 3 ഇടങ്ങൾ കൂടി US ടെറിട്ടറി എന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാനഡ ഉൾപ്പെടെ അതിൽ പെടുന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഈ യുദ്ധം ഇനി എങ്ങും അവസാനിക്കില്ല എന്നാണ്. പണ്ട് ഈ പാശ്ചാത്യന്മാരും പോർച്ചുഗീസുകാരും ഒക്കെ പണ്ടത്തെ കാലത്ത് ഓരോ രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടിയിട്ട് അവർ പായ്ക്കപ്പലിലും ഒക്കെ വന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ പല സ്ഥലങ്ങളിൽ നടന്നത് പല രാജ്യങ്ങളെ കോളനിയാക്കിയിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമായ കാര്യങ്ങളായിരുന്നു. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ സംവിധാനങ്ങളും വലിയ സൈനിക ശേഷിയും ഒന്നും ഇല്ലാത്ത കാലത്ത് അവരുടെയൊക്കെ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണോ ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് സംശയം. ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള സ്ഥലങ്ങളെല്ലാം എന്റെ കോളനിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാനത് കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നൊക്കെ ഉള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. കാനഡയൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. വലിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കാരിൽ എത്രയും വിസ്തൃതിയുള്ളത് എന്തെല്ലാം തരത്തിലല്ല മറ്റു തരത്തിലുള്ള ബെനിഫിറ്റ്സ് നേട്ടങ്ങളുള്ള രാജ്യമാണ് അതൊക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലെടുക്കും. ഹോർമൂസ് കടലെടുക്കും എന്റെ സ്വന്തമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ കരയും കടലും ഒക്കെ ഇദ്ദേഹത്തിന്റെ സ്വന്തമാണെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ്. പിന്നെ ട്രംപ് ആയതുകൊണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ട് എല്ലാവരും ഇതിനെ അങ്ങ് ചിരിച്ചു തള്ളുക. പുള്ളി കുറെ നാളുകളായിട്ട് ഇപ്പൊ ഈ രണ്ടാം ടൈമിൽ വന്ന ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ ചെവിയുടെ ഭാഗത്തൂടെ വെടിയുണ്ട കയറി തറച്ചു പോയതിനു ശേഷം പുള്ളി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. വായി വരുന്നതെല്ലാം വിളിച്ചു പറയുകയാണ്. അത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വിഡ്ഢിവേഷം കെട്ടുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അതോ ഇനി മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇപ്പൊ ചിലര് പറയുന്ന അതിനൊന്നും അല്ല, എണ്ണ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള, അതായത് പുള്ളിയുടെ ഇപ്പൊ ഇഷ്ടം പോലെ എണ്ണ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇറാനെ, വലിയ ശേഖരമുള്ള ഇറാനെയൊക്കെ അവിടെ ഒന്ന് ചവിട്ടി നിർത്തിയ ശേഷം, അല്ലെങ്കിൽ പിന്നെ ഖത്തറിനെ, പ്രകൃതിവാതകമുള്ള ഖത്തറിനെയൊക്കെ ഒന്ന് ചവിട്ടി നിർത്തിയ ശേഷം പുള്ളിയുടെ വെനിസ്വേലൻ എണ്ണയും ഒക്കെ വിൽക്കാനുള്ള തന്ത്രമാണെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം വന്നത്, കണ്ടില്ലേ? സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എണ്ണ വില 72 ഡോളറിലേക്ക് പിന്നെ ക്രൂഡിന്റെ വില ഇറങ്ങിയ സമയത്താണ് ഒരൊറ്റ പ്രഖ്യാപനം വരുന്നു. ആരോ UAEക്ക് നേരെ മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നത്. ആരാ പ്രയോഗിച്ചത്? ഇറാനാണ് ഇട്ട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഈ പറഞ്ഞില്ലേ, പുറകിൽ നിന്ന് കുത്തുന്ന പണിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാണെന്ന് പറഞ്ഞു തന്നെ ചെയ്യാറുള്ളൂ. അത് അങ്ങനെയാണ് അവരുടെ ഒരു യുദ്ധതന്ത്രജ്ഞത. അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇന്നേ വരെ അവരുടെ പരമോന്നത നേതാവ് മരിച്ചിട്ടും എല്ലാ കാര്യങ്ങളും അവരുടെ സേനായിക്കും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ട് വലിയ ഉപരോധം കൊണ്ടാണ്, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുമാണ് അവിടെ ആ രാജ്യത്തുള്ളത്. എന്നിട്ട് പോലും ഇത്തരം കുൽസിത മാർഗങ്ങളില് ഈ വളഞ്ഞ വഴി കൊടുന്നു ഇറാൻ ഒരിക്കലും വന്നിട്ടില്ല. അതാണ് ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ആരാണ് UAEക്ക് നേരെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്? ഒരു പക്ഷെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ ആയിരിക്കാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. ഇപ്പൊ ട്രംപ് കുറെ ദിവസം കൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹമാസുമായിട്ടുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം, ഹമാസിനെ നമ്മൾ ഉദ്ദേശിച്ചാലൊന്നും നിരായുധരാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില യാഥാർത്ഥ്യങ്ങളും ട്രംപിന് ഇടയ്ക്കിടയ്ക്ക് ബോധം തെളിയും പുള്ളിക്ക്. ആ സമയത്ത് ചില യാഥാർത്ഥ്യങ്ങളും പുള്ളിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നടക്കാൻ പോകുന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒക്ടോബർ വരെ അവർ യുദ്ധം നിർത്തത്തില്ല. ഒക്ടോബറിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പൊ നെതന്യാഹു ഇപ്പൊ അവിടെ നമ്മുടെ കേരളത്തിലേക്ക് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കാറയിലും പിന്നെ പെട്ടിവണ്ടിയിലൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നെതന്യാഹു എന്ന് പറയുന്ന എന്നെ വിജയിപ്പിക്കണം, അല്ലെ എന്റെ പാർട്ടിയെ വിജയിപ്പിക്കണം. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്, തെരഞ്ഞെടുപ്പാണ് കേട്ടോ. തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെതായ വലിയ തെരഞ്ഞെടുപ്പ് പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലല്ല, അത് വേറെ വിഷയം. പക്ഷെ അദ്ദേഹത്തിന് സെക്യൂരിറ്റി വലിയ പ്രശ്നമാണ്. നെതന്യാഹുവിനെ എവിടെ കണ്ടാലും പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് തന്നെ നെതന്യാഹുവിനെ കൊല്ലണമെന്നാണ് ഇറാന്റെ ആഹ്വാനം. ഷിയ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എവിടെ കണ്ടാലും പേപ്പട്ടിയെ പിന്നെ കൊന്നാൽ മതി, നെതന്യാഹുവിനെയും ട്രംപിനെയും കിട്ടുകയാണെങ്കിൽ അപ്പൊ തട്ടിയേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ചെലവുണ്ട്. ഇപ്പം ട്രംപിനും പ്രശ്നമാണ്. നവംബറിൽ അമേരിക്കൻ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ വരുന്ന സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് കണ്ടില്ലേ? അവിടുത്തെ എണ്ണ വില, ട്രാൻസ്പോർട്ടിങ് ചെലവില് 30% വർധനവാണ് വന്നിരിക്കുന്നത്. 30% ഇന്ധന ചെലവും മറ്റ് ട്രാൻസ്പോർട്ടിംഗ് രംഗത്തും ഉണ്ടായിരിക്കുകയാണ്. വലിയ ചെലവ് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നവംബറിൽ ഇലക്ഷനെ ഫേസ് ചെയ്യണം. അപ്പൊ പണം വേണം, പണം വലിയ ഘടകമാണ്. അപ്പൊ എണ്ണവിലയിൽ ഇത്തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എണ്ണവില അസ്ഥിരമാക്കി നിർത്തുക എന്നുള്ളത് ഇവരുടെ തന്ത്രമാണ്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു 4 ദിവസം മുമ്പ് 70 ഡോളറിന് സമാനമായിട്ട് വന്നു കിടന്ന എണ്ണവില ഒറ്റയടിക്ക് ആരോ പറഞ്ഞ് UAEയിലേക്ക് മിസൈൽ അയച്ചു എന്നും പറഞ്ഞിട്ട് ഇപ്പൊ 90 ഇന്ന് 90-91 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ പുള്ളി ചെയ്യും. പക്ഷേ ഇതിനകത്ത് ആത്യന്തികമായിട്ട് വന്നു കഴിഞ്ഞാല്
പുള്ളിക്ക് ഇപ്പോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം കൊണ്ടൊന്നും ഇറാനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മറ്റേ ഈ വ്യോമസേനയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കടലിൽ ഹോർമൂസിൽ കൊണ്ടെന്ന്, അതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹോർമൂസ് പിടിച്ചടക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. 2 യുദ്ധക്കപ്പലുകളോട് അവിടെ കൊണ്ടിട്ട് അവിടെ വളഞ്ഞ് ഇട്ടിട്ട് അതിലെ പോകുന്ന മറ്റ് രാജ്യങ്ങൾ എണ്ണയും കൊണ്ടുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുക, അതായിരുന്നല്ലോ തന്ത്രം ഉണ്ടായിരുന്നത്. പക്ഷെ എന്തിനാണ് കഴിഞ്ഞ ദിവസം എബ്രഹാം ലിങ്കനെ തിരിച്ചു കൊണ്ടുപോയി? എന്തിനാണ്? അമേരിക്കൻ പ്രസിഡന്റ് പേരിലുണ്ടായിരുന്ന വലിയ യുദ്ധക്കപ്പലായിരുന്നു അവിടെ. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് 10,000 പട്ടാളക്കാരെയുമായിട്ട് കൊണ്ടുവന്നിട്ടിരുന്നതാണ് അവിടെ, അല്ലേ? എബ്രഹാം ലിങ്കനെ തിരിച്ചുകൊണ്ടുപോയി. അവിടെ വലിയ കപ്പലിനകത്ത് ആഭ്യന്തര പ്രശ്നം. നമ്മൾ കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ കണ്ടില്ലേ? കപ്പലിനകത്തുള്ള പട്ടാളക്കാര് തമ്മിലടിക്കുന്ന പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ശരിയാണ്. അവരുടെ വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ കപ്പലിനകത്ത് 1 വർഷമായിട്ട് 5-8 മാസമായിട്ട് ഈ കപ്പലിനകത്ത് നിൽക്കുകയാണ്, കടലിൽ കിടക്കുകയാണ്. അവർക്ക് ഭക്ഷണത്തിന്റെ കുറവ് വരുന്നു. അമേരിക്കാരനെ സമയത്തൊന്നും നമ്മളെ പോലൊന്നും അല്ലല്ലോ, കഞ്ഞിയും കപ്പയും ഒന്നും കഴിച്ച് കഴിയുന്ന, അല്ലെ നിങ്ങളുടെ മലബാറിലെ പറഞ്ഞ പോളയും കഴിച്ച് കഴിയുന്ന ആളുകളൊന്നും അല്ല. അവർക്ക് ഭക്ഷണത്തിന്റെ ഷോർട്ടേജ് വന്നു. അതേപോലെ തന്നെയാണ് പിന്നെ ക്ലീനിങ് ഒക്കെ വലിയ പ്രശ്നമായിട്ട് വന്നു എന്നാണ് പറയുന്നത്. അവരെ ശുദ്ധി വൃത്തിയുടെ കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സായിപ്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിനുള്ള മതിയായ സൗകര്യങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പലതും കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് വലിയ പ്രശ്നങ്ങളായി. അപ്പൊ അങ്ങനെ എബ്രഹാം ലിങ്കനെ കഴിഞ്ഞ ദിവസം തിരിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അടുത്ത ബാച്ചുമായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. ഇനിയിപ്പോ നവംബറിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യങ്ങൾക്ക് നേരെ. ഇപ്പൊ ഇന്നലെയും വന്നിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഇറാനെ സാമ്പത്തികമായിട്ട് ഞാൻ ഉപരോധിക്കും, ഒന്ന്. ഇറാനുമായിട്ട് സഹകരിക്കുന്നവരെ ഉപരോധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും ഇറാനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ സൗഹൃദത്തിനോ സഹകരണത്തിനോ വന്നു കഴിഞ്ഞാൽ അവരെ ഉപരോധിക്കും. അത് ചൈനയാണ് പുള്ളിയുടെ നമ്പർ 1 നോട്ടപ്പുള്ളി. ചൈനയെ പിന്നെ അവരൊന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ അവരെ ഇങ്ങനെ ദൂരെ മാറിയുന്നോണ്ട് പറയാം, നമ്മളൊക്കെ വേരിക്കൽ നിന്നുകൊണ്ട് നമ്മള് അതിരെ നിന്നുകൊണ്ട് ഇങ്ങനെ തന്നെ ഭീഷണിപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞോണ്ട് വന്നാൽ ഞാൻ കാണിക്കാമെന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. അവരോടൊന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ തുർക്കിയോടായിരുന്നു പുള്ളിയുടെ 2ാമത്തെ യുദ്ധം എന്ന് പറയുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പൊ അവരിപ്പോ പോയി നാറ്റോ സഖ്യം ഉണ്ടാക്കി, അല്ലേ? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? തുർക്കി ഓൾറെഡി പിന്നെ ഒറിജിനൽ നാറ്റോയിലുള്ള രാജ്യമാണ്. ഒരു രാജ്യത്തെ ആക്രമിച്ചാല് മറ്റു രാജ്യങ്ങളെ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് കാക്ക പിന്നെ ആക്രമിക്കുന്ന പോലെ ആക്രമിക്കണമെന്നാണല്ലോ നാറ്റോ സഖ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ കരാർ അതാണ്. പക്ഷെ തുർക്കി വേറൊരു നാറ്റോ ഉണ്ടാക്കി, ഇസ്ലാമിക് നാറ്റോ അവരുണ്ടാക്കി. അവിടെ പാകിസ്ഥാനി കൂട്ടത്തില് നിരുപദ്രവകാരിയായ സൗദി അറേബ്യ പിടിച്ചതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ സൗദി അറേബ്യ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തുർക്കി അളവും ചെയ്യാനൊക്കത്തില്ല. ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നാറ്റോയിൽപ്പെട്ട രാജ്യവും കൂടാണ്. പിന്നെ ജപ്പാനാണ് മറ്റൊരു രാജ്യം. ജപ്പാനെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഇത്രയും ദൂരം നിന്നുകൊണ്ട് ജപ്പാനെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇപ്പൊ സൗത്ത് കൊറിയയുമായിട്ടായിരുന്നു പുള്ളിയുടെ മറ്റൊരു ഇത്. ഇപ്പൊ ഇന്നലെ വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ സൗത്ത് കൊറിയയുമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങൾ വെട്ടിച്ചുരുക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചില പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓഗസ്റ്റ് 27 വരെ നിശ്ചയിച്ചിരുന്ന സൈനിക അഭ്യാസങ്ങൾ 2 കൂട്ടരും ചേർന്ന് നടത്തുന്ന അഭ്യാസങ്ങൾ വെട്ടിക്കുറച്ചു. ഒരാഴ്ചത്തെ 21-ന് അത് നിർത്തുകയാണ്. അപ്പൊ അതിന്റെ കാരണമായിട്ട് ട്രംപ് പറയുന്നത് വലിയ ചെലവാ. അപ്പൊ ഈ ചെലവെല്ലാം ഞങ്ങൾ വഹിക്കണം. സദ്യക്കൊക്കെ വരുന്നവരാണ്, കാശ് മുഴുവൻ ഞങ്ങൾ മുടക്കണം. സൗത്ത് കൊറിയ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതല്ല കാര്യം എന്നുള്ളത് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാം. കാരണം ഇപ്പൊ പുള്ളിക്ക് ഉത്തര കൊറിയയുമായിട്ട് വലിയ താല്പര്യമാണ്. എന്താ ആ കൊച്ചു മനുഷ്യനല്ലോ, കിം ജോങ് ഉന്നോ എന്തോ, അങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു പേരാണല്ലോ. അദ്ദേഹമായിട്ടാണ് ഇപ്പൊ പുള്ളിക്ക് കിങ് ജോങ് ഉന്നുമായിട്ടാണ് ഇതിന്റെ കമ്പനി. കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഈ യുദ്ധ സമയത്ത് ഒരു കൊച്ചു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മള് കാന്താരിയുടെ ടൈപ്പാണ്. നമ്മൾ ഇച്ചിരി മതി അത്. പക്ഷെ നമ്മളെ നാവ് പൊള്ളിക്കാനും ഒക്കെ പറ്റിയ സാധനമാണല്ലോ അത്. അപ്പൊ പുള്ളിയുടെ മറ്റേ സാധനമുണ്ട്, ഈ ആണവായുധം ഉണ്ട് കയ്യിൽ. ആരെയും ബഹുമാനിക്കത്തില്ല, ബഹുമാനത്തില്ല. തന്റെ സ്വന്തം നിലപാടുകളെ വെച്ച് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണത്. അപ്പൊ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു, ഇറാനോട് വരെ അദ്ദേഹം ചോദിച്ചിരുന്നതാണ് പറയുന്നത്, സാധനം വല്ലതും ഞാൻ തരണോ, അങ്ങോട്ട് തരണോ, ഈ ഇസ്രായേലിനെ അമേരിക്കയ്ക്കെതിരെ അടിക്കാൻ വല്ലതും വേണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ശേഷമാണ് ഇപ്പൊ ട്രംപ് വലിയ സൗഹൃദമാണ്. ട്രംപ് ഇപ്പൊ ഉത്തര കൊറിയ പ്രസിഡന്റ് വന്ന് പിന്നെ സൗഹൃദത്തിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ പുള്ളി കിടന്ന് അനിശ്ചിതത്വമായിട്ട് വല്ല അനിശ്ചിതത്വം ഉണ്ടാക്കുന്നൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ അത് കാര്യമായ കാര്യങ്ങളൊന്നും അല്ല. പുള്ളിക്ക് തോന്നുകയാണ് ഇതെല്ലാം പിടിച്ചെടുത്തെന്ന്. രാവിലെ എഴുന്നേറ്റപ്പോ തോന്നി ഞാൻ അത് പിടിച്ചെടുത്തു, ഇനി കുറച്ച് ദിവസം പറയും ഇന്ത്യ പിടിച്ചെടുത്തെന്നൊക്കെ പറയുമായിരിക്കും. എന്തൊക്കെയോ ചില പിന്നെ വെളിപാടുകൾ എന്നുള്ളത് മാത്രം നമ്മൾ ഇതിനെ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്.
യെസ്, എന്തായാലും ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതൊരു ഇപ്പോഴും ഒരു അത്ഭുതമായി, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദുരൂഹതയായി തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹം ഒരു ദിവസം പറഞ്ഞതല്ല പിറ്റേ ദിവസത്തെ പ്രഖ്യാപനം, പിറ്റേ ദിവസം പറഞ്ഞതല്ല അന്ന് വൈകുന്നേരം അദ്ദേഹം സോഷ്യൽ ട്രൂത്തിൽ കുറിക്കുന്നത്. അങ്ങനെ വിരോധാഭാസമായ പലതരത്തിലുള്ള പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റുകൾ, വ്യാഖ്യാനങ്ങൾ, തീരുമാനങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. US-ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇത്രയേറെ ഉറച്ച ഒരു തീരുമാനത്തിൽ എത്താത്ത ട്രംപിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിന്റെ ഒരു തുടർഫലനം എന്നോണമാണ് ഹോർമുസിനെ US ടെറിട്ടറി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് എന്ന് പോലും കരുതേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ പലതരത്തിൽ ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നുണ്ട്. ഇസ്രയേൽ തങ്ങളുടെ പൂർണ്ണമായ ഒരു വിയോജിപ്പ് അമേരിക്കയോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ രീതിയിലൊക്കെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ.